തിരി കഴിഞ്ഞാൽ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിക്കണ അവിടെ. അയ്യോ, കേട്ടിട്ടേ ഉണ്ടായിരുന്നല്ലോ. മിസ്റ്റർ കേണലല്ലേ? അപ്പൊ ആദ്യം കാണുക. ആളെ മനസ്സിലായില്ല കേട്ടോ, ക്ഷമിക്കണം. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ദേ ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ. ജോസഫേ, ഇങ്ങോട്ട് ഓടിയോ. പറയടാ, എങ്ങനെ തോന്നിയിടാ നിനക്കൊക്കെ എന്റെ വീട്ടിനകത്ത് വെച്ച് ഞാൻ പറയണ്ട. ഞാൻ വിചാരിച്ചു മറ്റെന്തോ പരിപാടിയാണ്. ആയിരിക്കും, എങ്ങനെ അസൂയ ഇല്ലാതിരിക്കും. ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശി അവളാ. അവളാണെങ്കിൽ കൊച്ചു പെണ്ണും. സ്വയരക്ഷയ്ക്കോ ഇത് കണ്ടാ പിന്നെ കള്ളന്മാരടുക്കോ? സാധനം ഫോറിനാ. കളിത്തോക്ക, പക്ഷെ കണ്ടാ പറയില്ല. കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം. എന്റെ അടുത്ത് കുറച്ചൊന്നും കാണിക്കണ്ട. ആ മുളക് ചെത്തി ഞാൻ ഉപ്പിലിട്ടും പറഞ്ഞേക്കാം. കോമഡി രംഗങ്ങളിൽ നമ്മൾ സീരിയസ് കഥാപാത്രങ്ങൾ, കോമഡി രംഗങ്ങൾ ഒന്നും ഈ ഇന്ന് ന്യൂജൻ ചെറുപ്പക്കാർ പോലും ഏറ്റെടുത്ത് പറയുന്ന മിമിക്രിക്കാർ ഏറ്റെടുത്ത് പറയുന്ന കുറെ കോമഡികളുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയുന്നത് ഈ സത്യനന്ദിക്കാടിന്റെ, മോഹൻലാലിന്റെ, ശ്രീനിവാസന്റെ കരിയറിൽ ഒരു ഭയങ്കര മാറ്റം ഉണ്ടാക്കിയ നാടോടിക്കാറ്റ് സിനിമ. അന്ന് വരെയുള്ള മലയാള സിനിമയുടെ കോമഡിയിൽ നിന്ന് വ്യത്യസ്തമാണ് ശ്രീനിവാസന്റെ ആ സ്ക്രിപ്റ്റ്. ഇവര് പിന്നെ തൊഴിലില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരാണല്ലോ. അപ്പൊ ഇവര് ലോൺ എടുത്ത് പശുവിനെ മേടിക്കാൻ ഇങ്ങനെ പ്ലാൻ എടുത്തപ്പോഴത്തേക്ക് പശുവിനെ കാണിക്കാനായിട്ട് പശു ഉണ്ടെന്ന് ശങ്കരാടി വീട്ടിൽ വരിക. ശങ്കരാടി ഈ കള്ളത്തരം പറഞ്ഞ് ഇവര് വിശ്വസിപ്പിച്ച് അത് എടുപ്പിക്കുന്ന സീനുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കണം, ആസ്ട്രേലിയൻ പശുവാണ്, നിറയെ പാല്. ഇത് വിറ്റാൽ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാം, അതിൻ്റെ ഇരട്ടി കിട്ടാൻ ഇഷ്ടം പോലെ കിട്ടും. നിങ്ങൾക്ക് ഒന്നിനും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അടുത്ത 10 പശുവിനെ വരെ മേടിക്കാം. പിന്നെ ചിലവൊന്നുമില്ല. ഇച്ചിരി പിണാക്ക്, ഇച്ചിരി കടലമാവ്, ഇച്ചിരി കാടി, പിന്നെ ഇച്ചിരി കൊടുത്താൽ മതി. ഇങ്ങനെ പാല് വരും. ഇത് മോഹൻലാലും ശ്രീനിവാസനും കേട്ട് സ്വപ്ന ലോകത്തിലും കേട്ട് നിൽക്കുന്ന ശങ്കരാടിയുടെ വർണ്ണനയാണ്. ആ സത്യരേഖന്റെ ക്യാമറയോട്ട് ഫേസ് ചെയ്ത് ശങ്കരാടി ആ അഭിനയമുണ്ട്. മോഹൻലാലും അതിൻ്റെ കൗണ്ടറിൽ അവിശ്വസനീയമായ സ്വപ്നലോകം കാണുന്ന രീതിയിൽ അതാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും. ഈ പശുവിനെ പിടിച്ച് ലോൺ എടുക്കുന്നതും 203 കുപ്പി പോലും കിട്ടാത്തൊരു പശുവിനെയാണ് ശങ്കരാടി കളിപ്പിച്ച് വിൽക്കുന്നത്. ആ കഥാപാത്രം ആരും മറക്കുന്നത്. അതുകൊണ്ടാണ് അവർ നാട് വിടുന്നത്, മാമൂക്കാരുടെ കള്ളക്കപ്പലിൽ കയറി പോകുന്നത്. അപ്പൊ ആ മൂല കഥാപാത്രം തന്നെയാണ് അത് ശങ്കരാടി. ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവെളുതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. തിരി കഴിഞ്ഞാൽ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ, 2 എണ്ണത്തിന് ഞാൻ തരാം. സത്യനന്ദിക്കാട് പിന്നീട് ഒരിക്കൽ പറയാറുണ്ട്, എൻ്റെ ഗ്രാമ ചിത്രങ്ങളിൽ ശങ്കരാടി ചേട്ടില്ലാതെ എനിക്കൊരു കഥാപാത്രമില്ല, ഞാൻ വളരെയധികം വിഷമിക്കുന്നതാണ് സത്യനന്ദിക്കാട് പറഞ്ഞു. ശരി, ആ ഗ്രാമീണ കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ഗോളാന്തര വാർത്ത എന്നൊരു സിനിമയുണ്ട്, അതിൽ ശ്രീനിവാസന്റെ കഥാപാത്രമുണ്ട്. അപ്പൊ അവൻ നല്ലവനായി ഒരു സ്വീകരണം കൊടുക്കണം. അപ്പൊ പഞ്ചായത്തിലെ പ്രസിഡന്റായിട്ട് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇവനെ ശുദ്ധ പോക്രി, ശുദ്ധ തെമ്മാടി, ഇത്ര അലവലാതിയായിട്ടുള്ള ഒരു മനുഷ്യനെ നന്നാക്കി എടുക്കാൻ ആർക്കാണ് കഴിയുക? ഇങ്ങനെ പ്രസംഗിച്ച് കോമഡിയിൽ നമ്മൾ ഉണർത്തിയ ആ സത്യനന്ദിക്കാടിന്റെ കഥാപാത്രം നമുക്ക് മറക്കത്തില്ല. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി, അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. പിന്നീട് കാബൂളി വാല, അത് നമുക്ക് മറക്കാൻ പറ്റിയ വേറെ, അത് നിങ്ങൾക്ക് അറിയാം. ആ കന്നാസും കടലാസും, ജഗതി ശ്രീകുമാർ ഇന്നസെന്റ്, അവരുടെ മിക്കവാറും ദാരിദ്ര്യം. അതുകൊണ്ട് ശങ്കരാടി ഈ കട കയറ്റത്തില്ല വരെ, കാരണം ഇവർ കട ഒരുപാട് കൊടുക്കാനുണ്ട്. പക്ഷെ ഒരു ദിവസം ഒരു വലിയ ഗമയില് ഒരു അപ്പൊ ശങ്കരാടി വിചാരിക്കും ഇവർ വന്നേക്ക് എന്തോ കോളുണ്ടല്ലോ, പിന്നെ പൈസയൊക്കെ കയ്യിലുണ്ട്, പിന്നെ നിറയെ പൈസ ഉണ്ട്, ഞങ്ങളിന്ന് വയറ് നിറയെ കഴിക്കാൻ പറ്റും, ഇന്ന് 1-ാം തീയതിയാണ്, അതോർക്കണം നിങ്ങൾ, ശരി കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇവര് പോക്കറ്റിൽ നിറയെ പൈസയായിട്ട് ഇവർ വന്നേക്കുന്നത്. അപ്പൊ ആത്മവിശ്വാസത്തിൽ ശങ്കരാടിയെ സന്തോഷിക്കും. അങ്ങനെ വയറ് നിറയെ കുട്ടും. അപ്പൊ ശങ്കരാടി ഇതൊക്കെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിലാണ് ഭയങ്കര രസമാണ് നോട്ടം.
ഇവര് കഴിക്കുന്നത് എന്താണ് ഇതിൻ്റെ ആകാൻ പോകുന്നത് ഭയങ്കര അവിടെ പൈസ കിട്ടുമല്ലോ. അങ്ങനെ കണക്ക് എഴുതി ഇടയ്ക്കിടയ്ക്ക് ഇവരെ നോക്കുകയും ചെയ്തു. ഇവര് വയറുനിറയെ കഴിച്ചിട്ട് കൽപ്പന എന്ന കഥാപാത്രത്തിന്റെ വീട്ടിലാണ് ഇവരുടെ അടുത്ത് താമസിക്കുന്നത്. അവർക്കും അവരമ്മയ്ക്കും വേണ്ടി കുറച്ച് പാഴ്സൽ മേടിക്കുന്നുണ്ട്. പാഴ്സൽ മേടിച്ചിട്ട് അപ്പോൾ ശങ്കരയുടെ കണക്കൂട്ടിയൊക്കെ പറഞ്ഞു ശങ്കര ഇത്രയും ഒന്നാമത്തെയായിട്ട് നല്ലൊരു കൈനീട്ടം കിട്ടിയല്ലോ ഭഗവാനെ എന്നുള്ള ആശ്വാസത്തിൽ ഇരിക്കുകയാണ്. കണക്കൂട്ടൊന്നും പൈസ ഇല്ല. ജഗതി പോയിട്ട് നോക്കുന്നു, മറ്റേ വരുന്നത് ഷർട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോഴേ ശങ്കരാടിക്ക് ഒരു സംശയം ആണ്. ഒരു പുച്ഛഭാവത്തിൽ നോട്ടമുണ്ട് അവിടെ. അതും ഇൻഡസെന്റ് നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് തരുന്നു. എന്തുവാടാ നീയൊക്കെ നോക്കുന്നത് കള്ളന്മാരെ. അവർ നിരാശ കടന്നോട്ടത്തിൽ ഭഗവാനെ ഒന്നാം തീയതി പറ്റിച്ചല്ലോ എന്നെ എന്ന് ചതിച്ച ഭഗവാനെ നോക്കി നിസ്സഹായമായി നിൽക്കുന്ന ശങ്കരയുടെ ചിത്രം ഇന്ന് മലയാളികൾക്ക് മറക്കാൻ പറ്റത്തില്ല. ഗുരുവായൂരപ്പാ, ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കയറണേ. ഇന്ന് 1-ാം തീയതിയാണ്, കൈനീട്ടമാണ്. ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ. എന്താടാ കുറച്ചു നേരം ആയാലും രണ്ടും കൂടെ ഒന്ന് ചിന്തയിൽ കേളാൻ തുടങ്ങിട്ട് ഇങ്ങോട്ട് എടുക്ക. കൈനീട്ടം വൈകിട്ടായ കുഴപ്പമുണ്ടോ? എടാ വന്ന് കേറിയപ്പോ തന്നെ ഞാൻ നിങ്ങളോട് മര്യാദക്ക് ചോദിച്ചാലേ കൈ കാച്ചുണ്ടോന്ന്. അപ്പൊ പോരട്ടെ എന്ന് പറഞ്ഞ് വെട്ടി വിഴുങ്ങി പോകാൻ നേരത്തെ 2 കുറ്റി പുട്ടും പൊരിഞ്ഞ് മേടിച്ച് നിന്റെ അമ്മായിയമ്മയുടെ കടം പറിച്ചില്ലല്ലേടാ. പിന്നെ അതുപോലെ പപ്പയുടെ സ്വന്തം അപ്പൂസിൽ ഒരു സീനുണ്ട്. ഒരു കൊച്ചുകുട്ടിയാണല്ലോ, അപ്പൊ അവിടെ ഭയങ്കര കുസൃതിയാണ്. അവനെ നിയന്ത്രിക്കാൻ ഭയങ്കര പാടാണ്. ഇയാൾ ഓരോന്നിനും ചിട്ട വെച്ച് പഠിപ്പിക്കും. അങ്ങനെ അവസാനം എന്തോ കഴിഞ്ഞ് ബഹളം വെച്ച് ഓടിപ്പോയപ്പോ ആ കൊച്ചു തോർത്ത് ഊരി മാറ്റി അന്തം വിട്ട് നിൽക്കുന്ന ശങ്കരാചാര്യയുടെ ചിത്രം ഇന്നും നമ്മൾ മറക്കത്തില്ല. എന്റെ അടുത്ത് കോഷ്ടിയൊന്നും കാണിക്കണ്ട. ആ മുളക് ചെത്തി ഞാൻ ഉപ്പിലിട്ടും പറഞ്ഞേക്കാം. അമ്മണി വേണ്ട, ഏരിയേറ്റി കൊടുക്കണ്ട. വെടിമരുന്ന് ആച്ചക്കൻ വെടിമരുന്ന് അതിന്റെ ചോട്ടിൽ കൊണ്ട് തീപ്പെട്ടി വരയ്ക്കണ്ട. എന്തുവാ പണിക്കരേട്ടാ ഇത്? കുട്ടികളെ കലാവാസന പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളാണ് നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ചേക്കുന്നത്. അതുപോലെ വേറൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം പെണ്ണുങ്ങളെ കണ്ടാൽ അപ്പം വളരെ ശൃംഗാരത്തിൽ സമീപിക്കും. ഇപ്പം ഇദ്ദേഹം കഷണ്ടിയാണ്. ഇദ്ദേഹം കഷണ്ടി ഇപ്പം ശങ്കരാടി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിരാശയാണ് കഷണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഗ് വെച്ചൊരു കഥാപാത്രം പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ശങ്കരാടിയുടെ കഷണ്ടിയാണ് സൗന്ദര്യം. പക്ഷെ അതൊരു കഥാപാത്രത്തിൽ ഇയാൾ വിഗ് വെച്ചിട്ട് പെൺപിള്ളേരെ വശീകരിക്കാൻ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ദിവസം ഈ വിഗ് പട്ടി എടുത്തുകൊണ്ട് പോകും. എങ്ങനെയാണ് അവിടെ വെച്ചത് കാണുന്നില്ല. ഇയാൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി, പഴയ പെൺകുട്ടി കാമുകി ഈ കിളവനെ കണ്ടിട്ട് അധിക്ഷേപിച്ച് പോകുന്നൊരു സീനുണ്ട്. ആ ചമ്മൽ ഇന്ന് നമ്മൾ മറക്കത്തില്ല. ലൈഫ് ലൈൻ ഇത് ഭാഗ്യരേഖ. ഭാഗ്യരേഖ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. ഈ മംഗല്യരേഖയാണ് വളരെ പ്രധാനം. ഇത്രയും വിശേഷമായൊരു മംഗല്യരേഖ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമഡി സീനുകൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ടത് കാണാനായിട്ട്. സത്യനന്ദിക്കാട് എൻ്റെ സിനിമകളിലാണ് ഒരുപാട് കോമഡി അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ കാരണവരായിട്ടുള്ള പിന്നെ ഗാന്ധിനഗർ സെക്രട്ടറി, അത് പറയാൻ പറ്റും. ഗാന്ധിനഗർ സെക്രട്ടറിയിലെ കഥാകൃത്ത് തുടർ നോവൽ എഴുതുമ്പോൾ അദ്ദേഹം ആ ആത്മകഥ ഉണ്ട്. കഥാപാത്രത്തിന്റെ കള്ളൻ വരുന്നു, പോലീസ് വരുന്നു, അതാ പിന്നിൽ കൂടെ വരുന്നു എന്നുള്ള വിചാരങ്ങളിലൂടെ അഭിനയിച്ചാണ് എഴുതുന്നത്. അന്നത്തെ ആദ്യകാലങ്ങളിൽ എഴുതുന്ന കഥാകൃത്തിന്റെ എല്ലാ മാനരസത്തോടും പ്രേക്ഷകന് ചിരിയുണർത്തുന്ന ആ നോവൽസിനെയും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇന്നും ആ കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കണക്കു പുറത്ത് അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. സംഭവം നടന്നത് എത്ര മണിക്കാണ്? ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽകീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തും. ഇന്നും ഏത് വേദിയിലും ശങ്കരാടി അങ്ങനെ അനുസ്യൂതം നിൽക്കുന്ന ഒരു നടനാണെന്ന് മലയാളികളുടെ മുമ്പിൽ.